ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 26,125 പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. ഈ ഇനത്തിലെ പ്രതിവർഷം 250 കോടി രൂപയാണ് ചിലവാകുന്നത്. അതായത് ആശാവർക്കർമാർക്ക് പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വർഷം 250 കോടി രൂപയുടെ ചിലവുണ്ടാകും. ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും. സംസ്ഥാനത്താകെ 13,327 പാചക തൊഴിലാളികളാണുള്ളത്. ഇവരുടെ പ്രതിദിന കൂലി 50 രൂപ വർദ്ധിപ്പിക്കും. ഈ ഇനത്തിൽ പ്രതിവർഷം 16 കോടി രൂപയുടെ അധിക ചെലവ് വരും. പ്രീ പ്രൈമറി ടീച്ചർമാരും ആയമാരും ഇവരുടെ പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. ഈ ഇനത്തിൽ പ്രതിവർഷം 5,72 ലക്ഷം രൂപ അധികമായി ചെലവ് വരും. ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി 2000 രൂപ വർദ്ധിപ്പിക്കുന്നു. ഈ ഇനത്തിൽ പ്രതിവർഷം 2,07 ലക്ഷം രൂപയാണ് ചെലവ് വരിക. റബ്ബർ ഉൽപ്പാദന ഇൻസെൻറ്റീവ് പദ്ധതി പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിൻ്റെ താങ്ങുവില കിലോഗ്രാമിന് 180 രൂപയിൽ നിന്നും 200 രൂപയാക്കി ഉയർത്തും. ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരള പിറവി ദിനമായ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് നടപ്പിലാക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കും. നവംബർ 1 മുതൽ ഇതെല്ലാം നടപ്പിലാവുകയാണ്. ഇതോടൊപ്പം നെല്ലിൻ്റെ സംഭരണ വില ഇപ്പോൾ 28 രൂപ 20 പൈസയാണ്. അതിൽ നിന്ന് ആ സംഭരണ വില 30 രൂപയായി വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചത്. കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് സർക്കാർ പ്രധാനമായി കാണുന്നത്. അതുകൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് ഈ വർദ്ധിച്ച ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകുന്നത്. ഇതിനു പുറമെ മറ്റ് ചില നടപടികൾ കൂടി അറിയിക്കാനുണ്ട്. കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ പെൻഷൻ അത് കുടിശ്ശികയായി കിടക്കുന്നുണ്ട്. ആ കുടിശ്ശിക കൊടുത്തു തീർക്കും. ഇതിന് വേണ്ടിവരുന്ന തുക 992 കോടി രൂപയാണ്. ഇത് കണ്ടെത്താൻ വായ്പയെടുക്കും. കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കും. ഇതിന് 24 കോടി 60 ലക്ഷം രൂപയാണ് ആവശ്യമായി വരുന്നത്. ഈ തുക അധിക അംശാദായമായി സർക്കാർ ഈ വർഷം നൽകും. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അധിക ധനസഹായം 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, ഇവയ്ക്ക് സംസ്ഥാന വിഹിതം 18 കോടി 20 ലക്ഷം രൂപ ഒറ്റത്തവണയായും അധിക ധനസഹായമായി 220 കോടി 25 ലക്ഷം രൂപയും അനുവദിക്കും. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 40 കോടി 35 ലക്ഷം രൂപ ഒറ്റത്തവണയായി അനുവദിക്കും. മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് 25 കോടി രൂപ അനുവദിക്കും.
സ്കോളർഷിപ്പ് ഇനത്തിൽ ആകെ 303 കോടി 80 ലക്ഷം രൂപയാണ് അനുവദിക്കുക. വകുപ്പുകളുടെ നൽകുന്ന ധനസഹായ പദ്ധതികൾ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കുന്നതിനായി 498 കോടി 36 ലക്ഷം രൂപ അധികമായി നൽകും. തണൽ പദ്ധതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള ധനസഹായം 207 കോടി 40 ലക്ഷം രൂപ. ഖാദി തൊഴിലാളികൾക്കുള്ള പൂരക വരുമാന പദ്ധതി 44 കോടി രൂപ. ഖാദി സ്ഥാപനങ്ങൾക്കും ഖാദി ബോർഡിന് കീഴിലുമുള്ള പ്രോജക്റ്റുകൾക്ക് അനുവദിക്കുന്ന റിബേറ്റ് 58 കോടി രൂപ. ഖാദി തൊഴിലാളികൾക്കുള്ള ഉത്സവ ഭത്തയും ഉൽപ്പാദന ഇൻസെൻറ്റീവും 2 കോടി 26 ലക്ഷം രൂപ. യൂണിഫോം വിതരണത്തിൻ്റെ ഭാഗമായി കൈത്തറി തൊഴിലാളികൾക്കുള്ള കൂലിയും റിബേറ്റും 50 കോടി രൂപ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായം 64 കോടി രൂപ. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായം 1 കോടി 17 ലക്ഷം രൂപ. മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായം 11 കോടി 85 ലക്ഷം രൂപ. വന്യമൃഗ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നവർക്കുള്ള ധനസഹായം 16 കോടി രൂപ. മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ആചാര്യസ്ഥാനീയർ, കോലധാരികൾ എന്നിവർക്കുള്ള 82 ലക്ഷം രൂപ. പമ്പിംഗ് സബ്സിഡി 42 കോടി 86 ലക്ഷം രൂപ. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ധനസഹായങ്ങളും മറ്റാനുകൂല്യങ്ങളുമാണ് ഇനി പറയുന്നത്. ലെപ്രസി, ക്യാൻസർ, ക്ഷയരോഗികൾക്കുള്ള ധനസഹായം സമയബന്ധിതമായി നൽകുന്നതിന് പണം അനുവദിക്കും. കാസ്പ്, KBF പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിനായി കുടിശ്ശിക നിവാരണത്തിനായി അധികം വേണ്ട തുക കൂടി ചേർത്ത് IBDS മുഖേന പണം നൽകും. ആരോഗ്യകിരണം, ശ്രുതിതരംഗം പദ്ധതികൾക്ക് പൂർണ്ണമായും തുക അനുവദിക്കും. മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുവാൻ KMSCL-ന് 914 കോടി രൂപ IBDS മുഖേന അനുവദിക്കും. സപ്ലൈകോ വിപണി ഇടപെടൽ ഇനത്തിൽ കുടിശ്ശിക തീർക്കുന്നതിനായി 110 കോടി രൂപ അനുവദിക്കും. നെല്ല് സംഭരണത്തിൽ ബാക്കി നൽകാനുള്ള തുക ഉടൻ അനുവദിക്കും. കൺസോർഷ്യം വായ്പയിൽ നിന്നോ മറ്റു വഴികളിലൂടെയോ കുടിശ്ശിക തീർക്കാനുള്ള തുക കണ്ടെത്തും.